ബഹുമാന്യ സദസ്സ്, നിങ്ങൾക്കേവർക്കും സ്നേഹസ്വാഗതം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ഒന്നൊന്നായി സകല ചരാചരങ്ങളെയും അനന്തരം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് സകല ജീവജാലങ്ങൾക്കുമേൽ അധികാരവും നൽകി. ആദിമനുഷ്യരായ ആദമിനും ഹൗവയ്ക്കും 2 മക്കൾ പിറന്നു, കായീനും ഹാബേലും. മൂത്തവനായ കായീൻ കൃഷിക്കാരനും ഇളയവൻ ഹാബേൽ ആട്ടിടയനുമായിരുന്നു. ഇരുവരും തങ്ങളുടെ കാഴ്ചവസ്തുക്കൾ ദൈവസന്നിധിയിൽ വഴിപാടായി സമർപ്പിച്ചു. യഹോവേ നന്ദി, യഹോവേ അങ്ങയ്ക്ക് സ്തുതി. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹാബേൽ, നമുക്ക് വയലിലേക്ക് പോകാം. വയലിലേക്കോ? എന്തിനാ സഹോദര? ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. വന്നാലും നമുക്ക് സന്തോഷിക്കണ്ടേ? ജ്യേഷ്ഠന്റെ തീരുമാനം പോലെയാവട്ടെ. ജ്യേഷ്ഠ, അങ്ങയുടെ കൃഷിയിടം എത്ര മനോഹരമായിരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ നല്ല വിളവ് ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് തന്നെ. അവിടുന്ന് എന്തിനാ എന്നെ ഈ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? കായീൻ, നീ ചെയ്തതെന്ത്? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ അനുജന്റെ രക്തം വായി തുറന്ന് സ്വീകരിച്ച ഭൂമിയിൽ നീ ഇപ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. പകയുടെയും അധികാരത്തിന്റെയും പിടിച്ചെടുക്കലിന്റെയും വഴിയിൽ സഹജീവികളെ കൊന്നുതള്ളുവാൻ മനുഷ്യന് ഭയമില്ലാതായി. പോയകാല സ്മൃതികളെ ചേർത്തുവച്ച് ഞങ്ങളൊരു കഥ പറയുകയാണ്. സൗത്ത് പുല്ലുവഴി മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും സൺഡേ സ്കൂൾ വാർഷികത്തോടുമനുബന്ധിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിക്കുന്നു. രചന എൽദോസ് യോഹന്നാൻ. സംവിധാനം ശശി സുവർണ. ജീവിതയാത്ര. ഹലോ ഹലോ, കുഞ്ഞന്നാമ്മ തന്നെയാ. എന്തോന്ന്? അതത്ര പറ്റില്ലാന്നോ? വേണ്ടെങ്കി വേണ്ട, നമുക്ക് വേറെ നോക്കാം. എന്നാന്ന്? പെണ്ണ് ശരിയല്ലാന്നോ? ശരിയും ശരികേടും ഈ കുഞ്ഞന്നാമ്മ തീരുമാനിക്കും. പിന്നെ നേരാമണ്ണ ഒരു ജോലിയില്ലാതെ
വാടക കെട്ടിടത്തിൽ കിടക്കണ നിനക്കൊക്കെ രാജകുമാരിനെ കൊണ്ടത്തരാം. അവന് പെണ്ണു പറ്റില്ലാന്ന്. കേറി കിടക്കാൻ ഇടമില്ലെങ്കിലും പെണ്ണ് മോശാവാൻ പാടില്ല. ദരിദ്രവാസി. രാവിലെ തന്നെ ആരോടാ ഈ കെറു തീർക്കണേ? ആ തോമാച്ചനോ? നീ കേക്കന്റെ തോമാച്ച. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തോന് ഞാനൊരു പെണ്ണിനെ ഒപ്പിച്ചോണ്ട് എന്നപ്പോ അവന് പെണ്ണിന് സൗന്ദര്യം പോരാന്ന്. ഈ കല്യാണപ്പൊരുത്ത് അങ്ങ് നിർത്താൻ മേലെ എന്റെ പൊന്ന് ചേർത്തിയമ്മേ. നിനക്ക് എന്ത് എന്റെ തോമാച്ച? ഞാൻ എത്ര പറഞ്ഞതാ കേക്കണ്ടേ? എന്തേലും ഗുലുമാലുണ്ടായാലേ ആൾക്കാര് ചോദിച്ചോണ്ട് വരണത് ഈ കുടുംബത്തോട്ടായിരിക്കും. പുകിലായി. എടാ മോനെ കുര്യാച്ച, നിന്റെ അപ്പൻ എന്നെ കെട്ടിക്കൊണ്ടുവന്ന കാലം മുതൽ തുടങ്ങിയതാ ഈ കല്യാണ പൊരുത്തം. കുടുംബത്തിലെ വേണ്ടപ്പെട്ട പിള്ളേർക്ക് വെറുതെ ആലോചന നടത്തി പോന്നതാ. പിന്നെ ഓരോരുത്തർ അന്വേഷിച്ചു വരാൻ തുടങ്ങി. സംഗതി കൊള്ളാലോന്ന് എനിക്കും അങ്ങ് തോന്നി. അന്യന്റെ കുടിയിടത്തിലും സ്വന്തം പുരയിടത്തിലും തോണ്ടിയും മാന്തിയും പണിയെടുത്തിട്ടും 8 എണ്ണത്തിനെ പോറ്റാൻ പാടുപെട്ടു. അതുകൊണ്ട് കുഞ്ഞന്നാമ അതൊരു തൊഴിലാക്കി അങ്ങ് മാറ്റി. എന്തേ? അമ്മയുടെ ഈ കഥ നീ കേട്ടിട്ടുള്ളതല്ലേ തോമാച്ച? കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ ഉവ്വ. എന്നാലും കുഞ്ഞണ്ണമ്മ ചേർത്തി ഓരോ വട്ടം പറയുമ്പോഴും ഞാൻ ആദ്യമായിട്ട് കേൾക്കും പോലെയാ. ആണോ? പിന്നല്ലാതെ. ഈ കുത്തി വിളിക്കണ കുന്ത്രാണ്ടം കിട്ടിയപ്പോ കാര്യങ്ങൾ എളുപ്പായി. എടിപിടിയുന്ന കാര്യങ്ങൾ നടത്താൻ. ബാക്കിയുള്ളവന്റെ നെഞ്ചത്ത് തീയാ. നെഞ്ചത്ത് തീയും വച്ചോണ്ടിരിക്കാൻ നീ എന്നതാടാ അടുപ്പാണോ? കേട്ടോ തോമാച്ച, നീ സ്ഥലക്കച്ചവടക്കാരനല്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവും. എന്ന് പറഞ്ഞാ സ്ഥലം ഞാൻ അങ്ങ് ചൂണ്ടിക്കാട്ടും. പോന്നു പോരായ്മകൾ ആവശ്യക്കാരന്വേഷിച്ചറിഞ്ഞോണം. അതാ എന്റെ ഒരു പോളിസി. കല്യാണം അങ്ങനെയല്ലല്ലോ, ജീവിതല്ലേ. എന്തു ജീവിതം? കേട്ടില്ലേ? എടാ, നീ പറഞ്ഞ ആ കച്ചവടം തന്നെയാ കല്യാണം. കണക്ക് പറഞ്ഞ് വില പേശി നടത്തണ ഒരു തരം കച്ചവടം. അതും നേരാ. നീ ലീലാമ്മയെ കെട്ടുമ്പോ എന്താ അന്വേഷിച്ചത്? നിന്നെ കുറിച്ച് അവരെന്താ അന്വേഷിച്ചത്? ഒന്നുമില്ല. ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണ. മനുഷ്യന്റെ മനസ്സ് മാറിയ കുടുംബം തകിടം മറിയും. അത്രേ ഉള്ളൂ. അമ്മയുടെ തത്വശാസ്ത്രം കൊള്ളാം. മോനെ കുര്യാച്ച, ഇതിനെ തത്വശാസ്ത്രമൊന്നല്ല, ജീവിതാനുഭവം എന്നാ പറയണത്. എവിടെ? എന്തായാലും എന്റെ കുര്യാച്ചന്റെ ജോസ്മി മോക്കട കല്യാണം കൂടി കഴിഞ്ഞ ഞാൻ ഈ ഏർപ്പാട് അങ്ങ് നിർത്തും. അതിന് കൊച്ചുമോളുടെ കല്യാണ ബ്രോക്കർ അമ്മാമയാണോ? മോനെ ഏൽപ്പിച്ച ഞാൻ അതങ്ങ് പിടിക്കും. ബ്രോക്കർ കാശ് പോക്കാവും. പൊക്കോട്ടെ. അമ്മാമ ചത്തു മലച്ച് കിടക്കുമ്പോ കൊച്ചുമക്കള് പെട്ടിയും വാങ്ങി വരും. കാര്യം അവരവകാശം പോലെ വാങ്ങണതാണേലും അതൊരു കട ആവൂല്ലല്ലോ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഇത്രയും ദീർഘവീക്ഷണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഈ ദീർഘവീക്ഷണം പോരാ. തോമാച്ചനിരിക്കെ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്തോന്നാടാവേ? സംഭവം അമ്മ പറഞ്ഞ കാര്യം തന്നെയാ. മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. കാര്യങ്ങള് തന്നോട് ചോദിച്ചിട്ട് മുന്നോട്ട് നീക്കാന്ന് കരുതി. എന്താലോചിക്കാൻ? നമുക്കങ്ങ് പോയി കണ്ടേക്കാന്നേ. തെറ്റില്ലാന്നുണ്ടെങ്കിൽ കല്യാണം ഉടനെ തന്നെ അങ്ങ് നടത്തണം. ആട്ടെ, ചെക്കൻ പെണ്ണിനെ കണ്ടോ? ചെക്കന് പെണ്ണിന്റെ ഫോട്ടോ കാട്ടി കൊടുത്തു. പിന്നെ ചെക്കനും ബാംഗ്ലൂർ തന്നെയാ ജോലി. ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞത്. ബാംഗ്ലൂരാണെങ്കിൽ ചെക്കനും പെണ്ണിനും അവിടെ കാണാലോ. അഡ്രസ് അങ്ങ് കൊടുത്താ പോരെ? കാര്യം നേരാ. അത് വേണ്ടാന്ന് ഞാനങ്ങ് വെച്ചു. അത് നന്നായി. എന്തായാലും ആദ്യ കല്യാണം അല്ലേ? അല്ല, ഇദ്ദേഹത്തിന് പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ടേ പോലും? പെങ്ങളെ കെട്ടിച്ചിട്ട് മതിയെന്നാ ഇവന്റെ വാദം. വെറുതെയാന്നേ, മൂപ്പർക്ക് ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാൻ വേണ്ടിട്ടാ. നാടിന്റെ ഗതികെട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കണമെന്നാണോ തോമച്ചായം പറയണത്? അയ്യോ, നേതാവ് ക്ഷമിക്കണം. നിന്റെ അപ്പന്റെ ആദിയാ, ഞാനതങ്ങ് പറഞ്ഞൂന്ന് മാത്രം. ദേ ഇങ്ങ് നോക്കിയേ. ഉന്തി മരം കയറ്റിയിട്ട് ഒരു കാര്യമില്ല. തന്നെത്താൻ തോന്നുമ്പോഴേ അതിന് മുതിരാവൂ. ആൽബിൻ അവിടെ ഇല്ല അപ്പച്ച? ഉണ്ടായിരുന്നു. ഞാൻ പോരുമ്പോ ആൾ എണീറ്റിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് എന്തോ പരിപാടി ഉണ്ടെന്ന് കേട്ടു. മോനെ ജോമറ്റെ, നീയൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ടമ്മേ, ഞാൻ ചെന്ന് ആൽബി ഒന്ന് എഴുന്നേപ്പിക്കട്ടെ. ചായ അവിടെ നിന്ന് കുടിച്ചോളാം. അപ്പോ എന്റെ വീതം പോക്കായി. അത് പേടിക്കണ്ട, ഇവിടുന്ന് എന്റെ വീതം കഴിച്ചിട്ട് പോയാ മതി. അത് നന്നായി. ഇവന്റെ ഈ തിരക്ക് എന്ന് തീരാനാ എന്റെ കർത്താവേ. എന്നാ നേരത്തും കാലത്തും ഭക്ഷണം കഴിച്ചിട്ട് നടക്കാൻ മേലെ അതും ഇല്ല.
പാർട്ടി പ്രവർത്തനമൊന്നും പറഞ്ഞ് നടന്ന എന്ത് കിട്ടൂന്നാ ഈ പറയണേ? ഓ, സമൂഹത്തിന്റെ ഉന്നതിയാണ് പാർട്ടി പ്രവർത്തകൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാനാ ഈ ചെക്കനെ ചീത്തയാക്കണത്. ഞാൻ എന്തിനാ കൂടുതൽ പറയണത്? തോമാച്ചിന് കാര്യം അറിയാലോ. മൊബൈൽ ഫോണിന്റെ മാർക്കറ്റിംഗ് എന്നോ മാനേജർ എന്നൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് ഒരുത്തന്റെ പോക്ക്. എപ്പോ നോക്കിയാലും കവലയിലെ പാർട്ടി ഓഫീസിയെ കാണാം. കൂടെ ജോമറ്റും ഉണ്ടാവും. എന്നും പറഞ്ഞ് അവരുടെ ഒപ്പം തുള്ളണമെന്നാണോ നിങ്ങൾ പറയണത്? വരുന്ന ചിങ്ങം വന്ന ചെക്കന് വയസ്സ് 30 ആവും. അത് ഓർമ്മ വേണം. ഞാൻ ഓർത്തിട്ടെന്ത് കാര്യം, ഇവനും കൂടി തോന്നണ്ടേ? ദേ കിടക്കണു. ഇതാ ഞാൻ പറയണത്. ഇത് ഞാൻ ഒരു ചൂടുമില്ലാതെ ആയിപ്പോയല്ലോ. അടക്കിയല്ലേ മടിയിൽ വെക്കാൻ പറ്റൂ. മക്കൾ വലുതായ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. ജോമറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ജോസ്മി മോളുടെ കാര്യത്തില് എന്താന്ന് വെച്ചാ വേഗം തീരുമാനിക്കാം. ചെറുക്കൻ സമയമാകുമ്പോ എവിടെന്നെങ്കിലും ഒരുത്തിയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോന്നോളൂ. കൊന്നുകളയും ഞാൻ. കർത്താവേ, ഞങ്ങള് ചൂണ്ടിക്കാണിക്കണ പെണ്ണിനെ അല്ലാതെ ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന മോളമ്മ ആരാന്ന് അപ്പ അറിയാം. ഭദ്രകാളിയാ ഞാൻ, ഭദ്രകാളി. മോളമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയാം. എന്റെ പൊന്നു മോളമ്മേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതേ പിടിച്ച് കേറാതെ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഫോട്ടോ കണ്ടിട്ട് തരക്കേടില്ല. പിന്നെ അവര് നമ്മളെക്കാ വലിയ കുടുംബക്കാരാന്നാ പറയണത്. ഇന്നത്തെ പിള്ളേരെ കുടുംബവും തറവാടുത്തൊന്നും നോക്കാറില്ല നീ. ഒരു കണക്കിന് അതാ ശരി. കള്ളുകുടിയും വഴക്കും ബഹളമുള്ള കുടുംബത്തിലെ പെൺപിള്ളേരെ അനുഭവിക്കുന്ന ദുരിതം പുറത്ത് ആർക്കും അറിയില്ല. നാളെയോ മറ്റന്നാളോ ചെറുക്കന്റെ അപ്പൻ ഇങ്ങോട്ട് ഇറങ്ങാന്നും പറഞ്ഞ് വിളിച്ചു. ഈ ചെറുക്കൻ വന്ന് കണ്ടിട്ട് പോരേന്ന് ചോദിച്ചതാ. മറ്റേതോ വഴിക്ക് പോണ വഴി ഒന്ന് കേറാന്ന് പറഞ്ഞപ്പോ എതിരൊന്നും പറഞ്ഞില്ല. എന്നാ വന്നു പോട്ടേതേ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ആ, എന്നാ ഞാൻ ചായ എടുക്കാം. അകത്തേക്ക് വാ. ആയിക്കോട്ടെ. പൊന്നു കുരിയാച്ച, നിന്റെ മോളമ്മ വേണ്ടി വന്ന ഭദ്രകാളിയാവൂന്ന് ഞാൻ ഇന്നാ അറിഞ്ഞത്. ബാക്കിയുള്ളവന്റെ ജീവൻ പോയി. ആഹാ, രാവിലെ നല്ല പണിയാണല്ലോ. ജോമറ്റ് എന്തേ മോളമ്മച്ചി? അവൻ കുളിക്കാണ്. നീ ഇരിക്കേ. ഇന്നലെ ജോസ്മി വിളിച്ചായിരുന്നു. ഉവ്വോ, എന്നാ പറഞ്ഞേ? ചെറുക്കനെ കാണാൻ പോകുമ്പോ എന്നോടും പോണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കക്ഷി അവിടെ ഇല്ലേ, നിങ്ങൾ കണ്ടങ്ങ് തീരുമാനിച്ചാ പോരേന്ന്. എന്നിട്ട് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട അത് മതിയെന്നാ അവള് പറഞ്ഞത്. ആർക്കറിയാം, ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന പിള്ളേരെ കുറിച്ചൊക്കെ ഓരോന്ന് കേൾക്കുമ്പോ എന്റെ ഉള്ളില് തീയ. എത്രയും വേഗം ഇതൊന്ന് നടന്നാലേ ബാക്കിയുള്ളവന്റെ ആദ്യ തീരൂ. എല്ലാവരും ഒരുപോലാണോ? എന്തായാലും ജോസ്മിയെ കുറിച്ച് ഒരു പേടിയും വേണ്ട. ആ, എന്നാ ആശ്വസിക്കാം. ആൽബി, അപ്പുറത്തുനിന്ന് 2 മാങ്ങ കൂടി അങ്ങ് പറിക്കോ. ഇത് തികയില്ല. ആ, ഞാനിപ്പോ കൊണ്ടുവരാം. ആൽബിയെ, തോട്ടി ആ പേരച്ചോട്ടിൽ ഇരിക്കണ്ടോ? ആ അമ്മച്ചി. കുര്യാച്ചനില്ലായോ? ഇല്ല. ആരാ മനസ്സിലായില്ല? ഞാൻ പൗലോസേ, ഇന്നലെ വിളിച്ചായിരുന്നു. ഓ, ഇരിക്കട്ടോ. അങ്ങേരെ അപ്പുറത്തുണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം. അമ്മച്ചി, എന്തോന്നാടി പെണ്ണേ, ഒന്നിങ്ങോട്ട് വരുവോ? ഇത് നമ്മുടെ ജോസ്മി മോക്ക് ആലോചിച്ച പയ്യന്റെ അപ്പനാ. പപ്പ. ആ, അതെ. വീട് എവിടാന്നാ പറഞ്ഞത്? വീടങ്ങ് ചങ്ങനാശ്ശേരിലാന്നേ. ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വീട്ടിലേക്കുള്ളൂ. ടൗണിൽ ചോദിച്ചറിയാം. കുറിയെടുത്ത ഫാമിലി ഒരുപാടുണ്ട്. ടൗണില് കുറിയെടുത്തുകാരുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നീ ചെന്ന് അവനെ വിളിച്ചോണ്ട് വാ മോളെ. ഞങ്ങളും മിണ്ടിയും പറഞ്ഞു ഇരുന്നോളാം. അതെ, പയ്യന്റെ ഫോട്ടോ ഞങ്ങള് കണ്ടാർന്നു. കണ്ടിടത്തോളം എല്ലാരും താല്പര്യത്തിലാ. എന്നാലും കാര്യങ്ങള് നേരിട്ട് കണ്ടറിഞ്ഞിട്ടായാ പിന്നീട് ശാശിന്ന് പറയണ്ടാലോ. ദേ അതാ നേര്. വന്നിട്ട് ഒരുപാടായോ? ഹേയ്, ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഉച്ചയോടെ എത്തുന്നാലോ പറഞ്ഞത്. അതുവരെ പറമ്പിലെ പണി അങ്ങ് തീർക്കാന്ന് കരുതി. ഓ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എറണാകുളം വരെ ഒന്ന് പോയതാന്നേ. വൈകാതെ ഇങ്ങ് പോരാൻ പറ്റി. പിന്നെ നേരെ ഇങ്ങ് പോന്നു. ആട്ടെ, ഇവിടെ എത്രയുണ്ട് സ്ഥലം? 2 ഏക്കറുണ്ട്. പകുതി മോൾക്കുള്ളതാ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചാന്നേ. കുര്യാച്ചൻ ഇരിക്കേ. ഈ നിങ്ങളുടെ ബന്ധു ഒരു മോളിക്കുട്ടി ഇവിടുത്തെ കുട്ടിയുടെ കാര്യം മകനോട് പറഞ്ഞതേ. അവനൊരു പ്രത്യേക ടൈപ്പാ. ഈ പ്രദേശം അവന് പൊതുവെ താല്പര്യ. ആ, നീ അപ്പുറത്തുണ്ടായിരുന്നോ? ഇത് നമ്മുടെ ജോസ്മിയൊക്കെ ആലോചിച്ച പയ്യന്റെ അപ്പനാ. അടുത്ത വീട്ടിലെ പയ്യനാ. ഞങ്ങള് ഒരു കുടുംബം പോലെയാ. ഇവിടെ ഉണ്ടെങ്കി അവിടെ, അവിടെ ഉണ്ടെങ്കി ഇവിടെ.
അങ്ങനാ ഞങ്ങള്. ആ പേര് ആൽബിൻ, ആൽവി എന്നാ ചെയ്യുവാന്നേ? മാർക്കറ്റിംഗ് മാനേജരാ. മൊബൈൽ ഫോൺ. ആന്നോ? അത് കൊള്ളാമല്ലോ. ആ, ഇതാണ് ജോസ്മിയുടെ ബ്രദർ ജോമറ്റ്. ആഹാ, എന്നാ ചെയ്യുവാ? ആ അങ്ങനെയൊന്നുമില്ല. ആള് ബി.എഡ് കഴിഞ്ഞ് മറ്റൊന്നും നോക്കിയില്ല. ഇപ്പോ അല്പം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടുകക്ഷിയാണ് ഈ പറഞ്ഞയാളെ. അടേം ചക്കരയെന്നാ ഞങ്ങള് വിളിക്കണത്. നല്ലൊരു പൊളിറ്റീഷ്യൻ ആവാന്നുള്ളത് ഒരു തെറ്റായ കാര്യമൊന്നും അല്ലല്ലോ. ആ ജോമറ്റേ, അമ്മയോട് ചായ എടുക്കാൻ പറ. ചായ ഒന്നും പറയണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ ചെല്ലാം. മോന്റെ ഭാര്യ ഓ, ഭാര്യ ലിസി. ചങ്ങനാശ്ശേരിയിലെ പേര് കേട്ട ഒരു ബ്യൂട്ടി പാർലർ ലൗഡൻസേ അവളുടെ ഉടമസ്ഥതയില. മകൻ സോളമൻ ഒരു അനുജത്തി കൂടി ഉണ്ട്. അവളങ്ങ് ലണ്ടനിൽ മെഡിസിന് പഠിക്കുവന്നേ. സോളമന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ അതും അങ്ങ് നടത്തണം. ആ, ഞാൻ ആൽബി അങ്ങോട്ട് പറഞ്ഞു വിടാൻ തുടങ്ങിയായിരുന്നു. ഇത് നമ്മുടെ ആൽബിയുടെ അപ്പച്ചനാ, തോമസ്. ആഹാ, വലിയ സന്തോഷം. പറഞ്ഞിടത്തോളം തോമസ് ഇവിടെ വരുമെന്ന് ഞാൻ ഊഹിച്ചു. അതല്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോ എല്ലാം പറഞ്ഞു എന്നർത്ഥം. അതെ. ദാ ചായ കൂടി. മധുരം കുഴപ്പമില്ലല്ലോ. ആ, എന്ന് ചോദിച്ചാ ഉണ്ട്. എന്നാലും ഈ മധുരം അങ്ങ് കഴിക്കാന്ന് വെച്ചു. ഒരു കല്യാണമാകുമ്പോ ഈ പയ്യന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ അതനുസരിച്ച് മുമ്പോട്ട് പോവായിരുന്നു, അല്ലേ തോമാച്ചാ? അതെ, ബുദ്ധിമുട്ടാണെങ്കിൽ മോളിക്കുട്ടിയോട് വിളിച്ചു പറഞ്ഞാ മതി. ആ സ്ത്രീധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ചെറുക്കം വന്ന് കാണട്ടെ എന്നാ എന്റെ പക്ഷം. പിള്ളേര് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട നമുക്ക് അക്കാര്യത്തിലേക്ക് പോവാന്നേ. അവർക്ക് അവരുടേതായ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതും മാനിക്കണ്ടായോ? ആ, അതും നേരാ. എന്നാ ഇനി മോള് ലീവിനോ എന്ന് വിവരം അറിയിച്ചാ മതി. ഞാൻ മോനെയും കൂട്ടി വരാം. അവന് ലീവിന് വലിയ പ്രശ്നമൊന്നുമില്ലാന്നേ. എന്നാ ഞാൻ ഇറങ്ങട്ടായോ? ആ, അങ്ങനെ ആവട്ടെ. അങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ 2 വീട്ടുകാരുണ്ടാവും. വിരോധമില്ലല്ലോ. ഇനി നിങ്ങള് 2 വീട്ടുകാരും വന്നില്ലെങ്കിലേ വിരോധമുള്ളൂ. വരട്ടെ അമ്മേ. ആട്ടെ മക്കളെ. മൂപ്പരേതായാലും സന്തോഷത്തിലാ പോയേക്കണത്. ഇത് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയണത്. പേര് കേട്ട കുടുംബക്കാരാ. നമ്മളത്ര മോശക്കാരൊന്നും അല്ല, അല്ലേ ആൽബി? അല്ല, നിങ്ങളായിട്ട് പേര് കേൾപ്പിക്കാതിരുന്നാ മതി. ഇവിടെ ഒരുത്തൻ പെങ്ങടെ കല്യാണം കഴിഞ്ഞ് മതി എന്നാ പറഞ്ഞത്. നിനക്കെന്നാ ആൽവി പെണ്ണ് കെട്ടിയാല് പെങ്ങടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇവന് പെണ്ണോ? സ്വന്തം കാലം നിൽക്കാൻ പഠിക്കാത്തവന് ആര് പെണ്ണു കൊടുക്കാനാ? അതൊക്കെ എനിക്കറിയാം. എന്തറിയാം? എടാ, ആദ്യം തന്നെ നീ സ്വന്തമായിട്ടൊരു ചെരുപ്പ് മേടിക്ക്. ഞാൻ എത്ര നേരമായി എന്റെ ചെരുപ്പ് അന്വേഷിക്കുന്നു അറിയുവോ? അയ്യോ, അത് അപ്പച്ചന്റെ ചെരുപ്പായിരുന്നോ? ഈ പ്രായത്തിൽ ഓർമ്മക്കുറവും വന്നെങ്കിൽ എന്തിനാടാ നീ പെണ്ണ് കെട്ടണേ? നീ വീട്ടിലേക്ക് വാ, ഞാൻ പോവാ. മോളമ്മച്ചിയുടെ മാങ്ങാക്കറി ഉണ്ടാക്കണ്ട്. അത് കൂട്ടി ഇത്തിരി കഞ്ഞി കുടിച്ചിട്ടേ ഞാൻ അങ്ങോട്ടുള്ളൂ. അത് മതി. നിന്റെ വീതം പട്ടിക്ക് കൊടുക്കാലോ, അതിന് വിരോധമില്ലല്ലോ. ദേ അപ്പാ, ഈ അപ്പൻ എങ്ങനെയൊന്ന് നന്നാക്കി എടുക്കും? ചിരിക്കണ്ട, വലിയ കൂട്ടുകാരൻ. എടാ ജോമറ്റേ, നീ വന്നോ? അപ്പൊ കഞ്ഞി കുടിക്കണില്ലേ? വന്നിട്ട് മതിയമ്മേ. എടാ, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞ കഞ്ഞി കുടിച്ചിട്ട് പോവാം. നീ ഒന്ന് വരണ്ടോ? അവന്റെ ഒരു കഞ്ഞി. ഇവന്റെ കൂടെ വന്ന ബാക്കിയുള്ളവനും പട്ടിണിയാവും. അവനൊട്ട് കഴിച്ചുമില്ല, ആൽബിനെ കൊണ്ട് കഴിപ്പിച്ചുമില്ല. നീ നിർബന്ധിക്കാൻ നിൽക്കണ്ട, കൊച്ചുള്ളവരൊന്നും അല്ലല്ലോ. നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരമ്മയുടെ വിഷമം നിങ്ങക്ക് മനസ്സിലാവോ? നൊന്തു പെറ്റതേ ഞാനാ. ആ, അത് നേരാ, പെറ്റത് ഞാനല്ല. എന്തു പറഞ്ഞാലും തർക്കൂത്തരം പറഞ്ഞോണ്ട് വന്നോളൂ. പിള്ളേര് വഴിതെറ്റി പോകുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. ആ, നീ ഒന്ന് പോടി അവിടുന്ന്. അവനെ തെക്കിനേത്ത് കുരിയാച്ചന്റെ മോനാ. തെക്കിനേത്ത കുരിയാച്ചൻ വന്ന് കഞ്ഞി കുടിക്കാൻ നോക്ക്. പറമ്പിലേക്ക് ഇറങ്ങാനുള്ളതാ. ആ, അത് ന്യായം. പ്രാർത്ഥിക്കാൻ നേരായി. അവളുടെ അടുക്കളപ്പണി ഇതുവരെ കഴിഞ്ഞില്ലേ കുര്യാച്ച?
അവളിപ്പോ വരും. അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ മേലേ? ആ ചെറുക്കൻ എന്തിയേ? ഈയിടെയായിട്ട് പ്രാർത്ഥനയും പള്ളി പോക്കൊന്നും അവന് തീരെ ഇല്ലാണ്ടായിരിക്ക. നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പെണ്ണിന്റെ കാര്യം എന്താടാ തീരുമാനിക്ക? എന്നാ അവള് വരണേ? പ്രാർത്ഥന കഴിഞ്ഞ് പറഞ്ഞാ പോരെ? ആ അത് മതി. എന്നാ പ്രാർത്ഥിക്കാൻ നേരം വിളിച്ചേരെ. എന്റെ കർത്താവേ. അപ്പച്ചാ, എന്താടാ രാത്രിയില് വെറുതെ? അവൻ അകത്തില്ലേ? ആ, അകത്തുണ്ടായിരുന്നു. എന്താടാ? എടാ, അവര് നമ്മുടെ കൊടിമരം നിന്നെടുത്ത് അവരുടെ കൊടിമരം നാട്ടാൻ പോവാന്ന് കേട്ടു. ആര് പറഞ്ഞു? ആ ശ്രീനി പറഞ്ഞറിഞ്ഞ. എന്തോ നാടാ പരിപാടി? അപ്പച്ചാ, അത് വായനശാലയിൽ നാളെ ഒരു പരിപാടിയുടെ ബാനർ കിട്ടാനുണ്ട്. ഞാനത് മറന്നു. സമയം 8 ആയുള്ളൂ. പെട്ടെന്ന് വരാം. പ്രാർത്ഥിച്ചിട്ട് പോയാ പോരെ? പിന്നെ ഒരുപാട് വൈകും. ആൽബിയും അങ്ങടാണോ? ഞാൻ വീട്ടിലേക്കാ. പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് വരണതാ. ആ ചെല്ല്, പെട്ടെന്ന് വരാൻ നോക്ക്. അമ്മേ, എന്റെ കർത്താവേ. മോനെ ജോമറ്റേ, പ്രാർത്ഥിക്കാട്ടോ. അവൻ വായനശാലയില് എന്നാണ്ട് ബോർഡ് കെട്ടാനാന്നും പറഞ്ഞു പോയി. അവൻ ഈ രാത്രി പോക്ക് നിർത്താറായില്ലേ? എവിടെ അവനെങ്ങും കൊണം പിടിക്കാൻ പോണില്ല. വന്ന് 2 വാക്ക് പ്രാർത്ഥിക്കാൻ പോലും നേരം ഇല്ലാണ്ടായി. ഇങ്ങോട്ട് വരട്ടെ. കുര്യാച്ച, 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 ഇന്നലെ രാത്രി എന്റെ മോനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. കുര്യാച്ച, ജോമറ്റെന്തേ? എന്തിനാ അവനെ പോലീസ് പിടിച്ചത്? ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്. ജോമറ്റ മോനോട് ചോദിച്ചാ. ജോമറ്റേ, തോമാച്ചൻ വിഷമിക്കാതിരിക്കെ, നമുക്ക് അന്വേഷിക്കാം. എന്താപ്പാ? മോനെ, ആൽബി ഇന്നലെ രാത്രി ആരെയോ കത്തിക്ക് കുത്തി പോലും. അവനെ പോലീസ് പിടിച്ചു. എന്താ വിവരം മോൻ അറിയോ? അറിയില്ല അപ്പച്ചാ. ഞാൻ വായനശാലയിലേക്കാ പോയത്. അവൻ വീട്ടിലേക്കാണല്ലോ വന്നത്. എന്റെ മോൻ എന്താ പറ്റിയത് എനിക്കറിയില്ല. എന്നാലും എന്റെ മോൻ അങ്ങനെ ചെയ്യോ? എന്റെ ജോമറ്റേ, എന്റെ കർത്താവേ. കുത്തുകൊണ്ടവൻ ആശുപത്രിയിലാ. ആർക്കായാലും ഒന്നും സംഭവിക്കില്ലേന്നാ പ്രാർത്ഥിക്കുക. അതല്ലേ നമുക്ക് പറ്റൂ. വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും പറ്റിയ എന്റെ മോനാത് ചെയ്തെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയരുത് തോമാച്ച. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ലീലാമ്മ അവിടെ കരഞ്ഞ് തളർന്ന് കിടക്കുക. അപ്പച്ചൻ വിഷമിക്കണ്ട, ഞാൻ അന്വേഷിക്കാം. ഞങ്ങളുടെ ഏതേലും നേതാക്കൾ വഴി. വേണ്ട, ഒരു നേതാക്കളെയും വിളിക്കണ്ട. അവൻ തെറ്റ് ചെയ്തോന്ന് എനിക്കറിയണം. എനിക്കതേ വേണ്ടു. പോട്ടെ പോട്ടെ കുര്യാച്ച. ഞാനും വരാം. നടക്ക്. എന്നാലും എന്റെ മോൻ മറ്റാരോ ചെയ്തതാന്നേ. ആൽബിൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതണില്ല. നടക്ക്. കണ്ടില്ലേ എങ്ങനെ തോന്നി അവനിത് ചെയ്യാൻ? എന്താടാ ഒന്നും മിണ്ടാതെ നിക്കണത്? ഇനി ആ ചങ്ങാത്തം വേണ്ടാന്ന് വെച്ചോ, അതാ നല്ലത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നാശങ്ങൾ. ഇവനിത് എന്ത് പറ്റി എന്റെ കർത്താവേ? പെങ്കൊച്ചൊരുത്തിയുടെ കല്യാണം നടക്കേണ്ട വീടാ. അവന്റെ ഒരു പാർട്ടി പരിപാടി. ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുവോ ആവോ.
മോളമ്മേ, ഞാൻ അപ്പുറത്തെ ലീലാമ്മയുടെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം. ഞാനും വരാമേ. ഇത്തിരി വെള്ളവും മറ്റോ വേണമെന്നുണ്ടെങ്കിൽ അത് നേരാ. എന്നാ വാ. മോനെ, നിന്നെ ആ കൊച്ചുനാരായണൻ അന്വേഷിച്ചായിരുന്നു. നിങ്ങളുടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. 9 മണിക്കാന്നാ പറഞ്ഞത്. നീ പോണില്ലേ? ഞാൻ പോടില്ല അപ്പച്ച. എനിക്ക് കഴിക്കാൻ വേണ്ടെന്ന് അമ്മോട് പറഞ്ഞേക്ക്. ദേ, ഞാൻ ചോറ് വിളമ്പി വെച്ചു. പോരേട്ടോ ജോമറ്റേ? അവന് വേണ്ടാന്ന്. വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. കൂട്ടുകൂടി നടക്കല്ലേ. നീ വാ എന്റെ കുര്യാച്ച. രാജ്യത്ത് കർഷക ആത്മഹത്യകൾ പെരുകുന്നു. കനത്ത ചൂടിൽ രാജ്യം വെന്തിരിയുമ്പോൾ കർഷകരാണ് ഏറ്റവും നട്ടം തിരിയുന്നത്. ജലലഭ്യത കുറഞ്ഞതോടെ വിളകളെല്ലാം കരിഞ്ഞുണങ്ങി. ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാനാവാത്ത സാഹചര്യത്തിൽ കർഷകർ കടക്കെണിയിലേക്ക്. കാണിനാട് കഴിഞ്ഞ മാസം കൊടിമരം നാട്ടുന്ന തർക്കത്തിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കത്തിക്കുത്തേറ്റ ദേവദാസ് എന്ന രാഷ്ട്രീയ ഗുണ്ടാ പ്രവർത്തകൻ മരണമുഖത്തു നിന്നും സുഖം പ്രാപിച്ചു വരുന്നു. ദേവദാസിനെ കുത്തിയ കാണിനാട് തോമസിന്റെ മകൻ ആൽവിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ആൽവിന്റെ കൂട്ടുപ്രതിയെ ഇതുവരെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല. ദേവദാസ് സുഖം പ്രാപിച്ചു വരുന്ന അവസ്ഥയിൽ കൂട്ടുപ്രതി കുടുങ്ങുമെന്നാണ് പോലീസിന്റെ നിഗമനം. വേനലിന് കുളിർമയേകി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു. ഇവിടെ മറ്റാരും ഇല്ലേ അമ്മച്ചി? മോളമ്മയും മോനും ഉണ്ട്. കുര്യാച്ചൻ അപ്പുറത്ത് എങ്ങാണ്ട് പോയിരിക്ക. എന്തേ സാറന്മാരെ? ഞങ്ങളൊരു സ്ഥലം വരെ പോയതാ. കുര്യാച്ചനെ എനിക്ക് നേരത്തെ അറിയാം. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഒന്ന് വിളിക്കുകയോ? മോളമ്മേ, ഒന്നിങ്ങ് വന്നേടിയേ. സാറുമാരിയിരിക്കേ. സാരമില്ല. എന്തേ സാറേ? എടി മോളെ, ഈ സാറ് കുര്യാച്ചന്റെ കൂട്ടുകാരനാ. നീ ചെന്ന് അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. അത് പേടിക്കണ്ട, ചില കാര്യങ്ങൾ അറിയാനാ. ശരി സാറേ. കഴിഞ്ഞ 1 മാസായി പല പോലീസുകാരും ഇവിടെ തിരക്കി വരണ്ട്. അപ്പുറത്തെ ആൽബി ആരാണ്ട് കത്തിക്ക് കുത്തിന്നാ കേട്ടെ. പോലീസുകാരോട് പറഞ്ഞു തോറ്റു. അമ്മച്ചി പേടിക്കണ്ട. ഒരു കേസുണ്ടായാ അത് അന്വേഷിക്കണ്ടേ? അത് ഞങ്ങളുടെ കടമയല്ലേ. ആ, കുര്യാച്ചനോ? കഴിഞ്ഞ മാസമുണ്ടായ ദേവദാസ് കൊലപാതക ശ്രമക്കേസിൽ ആൽബിയോടൊപ്പം ഉണ്ടായിരുന്നത് ഇവിടുത്തെ ജോമറ്റാണെന്ന് ഞങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാനാണ് വന്നത്. ആ, ജസ്റ്റിൻ. സാറേ, ഇവൻ കുറ്റം സമ്മതിക്കുന്നില്ല. സാറേ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടാവല്ലേ സാറേ. സാറേ, ഞങ്ങളുടെ 2 മക്കളും കൂട്ടുകാരാ. പക്ഷേ അന്ന് രാത്രി ജോമറ്റ് ആൽബിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല.
ഇവനെ കൂടി കൊണ്ടുപോയാ ഞങ്ങൾക്ക് ആരാ സാറേ ഉള്ളത്? ജോമൻ, നിങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി ഒരുമിച്ചാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അതിന് ദൃക്സാക്ഷികളുണ്ട്. ജോമറ്റ് വായനശാലയിലേക്കാ പോയത്. ഇവൻ നിരപരാധിയാ സാറേ. ഇത് ചതിയാ, ആരോ ഞങ്ങളെ ചതിച്ചതാ. കുരിയാച്ചൻ ക്ഷമിക്കണം. ശരിയും തെറ്റും തീരുമാനിക്കുന്നത് കോടതിയാണ്. ഞങ്ങൾക്ക് കടമ നിർവഹിക്കണം. ഇവനെ കൊണ്ടുപോയേ മതിയാവൂ. കുത്തേറ്റയാൾ മരിക്കാതെ നിങ്ങളുടെ ഭാഗ്യം. എങ്കിലും കുറ്റം കൊലപാതക ശ്രമമാണ്. ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജസ്റ്റിൻ. സാറേ, ഈ വീട്ടിൽ വെച്ച് എന്റെ മോനെ വിലങ്ങ് വെക്കരുത്. ഒരു പിതാവിന്റെ അപേക്ഷയാ. ശരി, നോക്കി നിൽക്കാതെ പിടിച്ച് വണ്ടി കയറ്റടാ. ഇത് ചതിയാ, കൊടും ചതി. ഞാൻ തിരിച്ചു വരും. ഒറ്റുകൊടുത്തത് ആരായാലും ശരി, ജോമറ്റവനെ കണ്ടുപിടിച്ചിരിക്കും. നടക്കടാ, ഞങ്ങളെ പറ്റിച്ച് നടക്കുന്നോടാ നായിന്റെ മോനെ. എന്റെ മോളെ കൊണ്ടുപോകല്ലേ സാറേ. അവനെ ഒന്നും ചെയ്യല്ലേ സാറുമാരെ, അവനെ ഒന്നും ചെയ്യല്ലേ. സാറേ, ഞാൻ നിരപരാധിയാ എന്ന് താൻ തീരുമാനിച്ചാ മതിയോ? ഇല്ല, ഞാൻ വരില്ല, ഞാൻ വരില്ല. പോലീസിനെ കബളിപ്പിച്ച് നടന്നിട്ട് ഇപ്പൊ വരില്ലെന്നോ? നിന്നെ ഞാൻ നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ, കോടി ദീപങ്ങൾ കൊളുത്തിയൻ വേദന ഗാഥകൾ അർച്ചിക്കുമായിരുന്നു. നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ, കോടി ദീപങ്ങൾ കൊളുത്തിയൻ വേദന ഗാഥകൾ അർച്ചിക്കുമായിരുന്നു. നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ. പർവ്വത ശിഖരങ്ങളിൽ നിലാവസ്തമിക്കുന്നതും നോക്കി, അജ്ഞാത പർവ്വത ശിഖരങ്ങളിൽ നിലാവസ്തമിക്കുന്നതും നോക്കി, രാപ്പാടി തന്നിഴൽ കാക്കും നിശാഗന്ധി മാപ്പു ചോദിക്കാൻ വരുമോ? രാപ്പാടി തന്നിഴൽ കാക്കും നിശാഗന്ധി മാപ്പു ചോദിക്കാൻ വരുമോ? ഓ നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ, കോടി ദീപങ്ങൾ കൊളുത്തിയൻ വേദന ഗാഥകൾ അർച്ചിക്കുമായിരുന്നു.
ദേവതീർത്ഥം പോലെ കണ്ണുനീർത്തുള്ളികൾ പാദങ്ങളിൽ വീണുവെങ്കിൽ ദേവതീർത്ഥം പോലെ കണ്ണുനീർത്തുള്ളികൾ പാദങ്ങളിൽ വീണുവെങ്കിൽ കത്തുന്ന വീണയിൽ കൂടാർന്ന രാഗങ്ങൾ മൃത്യുഞ്ജയം ജപിച്ചെങ്കിൽ കത്തുന്ന വീണയിൽ കൂടാർന്ന രാഗങ്ങൾ മൃത്യുഞ്ജയം ജപിച്ചെങ്കിൽ നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ കോടി ദീപങ്ങൾ കൊളുത്തിയൻ വേദന ഗാഥകൾ അർച്ചിക്കുമായിരുന്നു. നെടുവീർപ്പുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ നേരിന്നു കൈകൾ മുളച്ചുവെങ്കിൽ അവരിതുവരെ വന്നില്ലല്ലോ മോളമ്മേ. വരൂ അമ്മച്ചി, എന്തായാലും എന്റെ മോന് ജാമ്യം കിട്ടിയല്ലോ. എന്റെ മോൻ അവൻ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കരയാതെ മക്കളെ, ഇത്രയും ദിവസം അവൻ എന്തെങ്കിലും കഴിച്ചോ ആവോ? നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോടി? അവന് വേണ്ടത് എന്താന്ന് വെച്ചാ കൊടുക്കും. എന്റെ മോന് നിങ്ങൾ വന്നാ മതി. എന്റെ മോനിതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. അതാ എന്റെ പ്രാർത്ഥന. ആരാ പോലും? ഹലോ, കുര്യാച്ചനില്ലേ? അത് പിന്നെ എന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയിരിക്ക. ഫോൺ കൊണ്ടുപോകാൻ മറന്നതാ. മറ്റൊന്നും തോന്നരുത്. നിങ്ങളുടെ മകളുമായുള്ള ഞങ്ങളുടെ വിവാഹാലോചന വേണ്ടാന്ന് വെക്കുക. കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. മകന് താല്പര്യമുണ്ട്, പക്ഷെ കുടുംബപരമായി ശരിയാവില്ല. ആ കുര്യാച്ചനോട് പറഞ്ഞേക്കും. എന്റെ കർത്താവേ, എന്നാ പറ്റിടി? എന്നാ? നീ കരയാതിരിക്കെ. എടി, കാര്യം പറ എന്റെ മോളമ്മേ. ജോസ്മിമോക്ക് ആലോചിച്ച പയ്യന്റെ പപ്പയാ. അവർക്ക് ഈ കല്യാണം വേണ്ടാന്ന്, അവരുടെ കുടുംബത്തിന് മോശമെന്ന്. എന്റെ ഈശോയെ, അവരോട് പോയി പണി നോക്കാൻ പറ. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. അവരുടെ ഒരു അന്തസ്, മാനവും മര്യാദയ്ക്ക് ജീവിക്കണ അന്തസ്സുള്ളവരെ അവര് കണ്ടിട്ടില്ല. അമ്മാമ്മേ, എന്റെ മക്കളെ, അമ്മേ, എന്റെ മോൻ, നീ തെറ്റ് ചെയ്തോ? അമ്മേ, മോളമ്മേ, അവനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. നീ അവന് കഴിക്കാൻ എടുത്തു വെക്ക്. വർത്താനം പിന്നീടാവാം. നിന്നെ അവര് ഉപദ്രവിച്ചോ മോനെ? ഇല്ലമ്മേ. അമ്മ ചെല്ലേ. മോൻ ചെല്ലേ. മോളെ, അവനൊന്ന് വിശ്രമിക്കട്ടെ. മോൻ പോയി കുളിച്ചിട്ട് വാ. എന്റെ മോന് ഈ അമ്മ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണെന്നറിയോ? അതിന് ഞാൻ ശിക്ഷ കഴിഞ്ഞു വന്നതായാലും അമ്മയ്ക്ക് നീ മോനല്ലേടാ. ചെല്ലേ, പോയി കുളിച്ചിട്ട് വാ.
ആഹാ, വീട്ടിൽ കേറിയതറിയാതെ ഇങ്ങ് പോന്നോ? ആ, ഈ ആൽബിന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തടുത്തില്ല. മോനെ, ഈ പാർട്ടി പ്രവർത്തനമൊക്കെ അങ്ങ് നിർത്ത്. അറിയാതെ ഓരോന്നീ ചെന്ന് ചാടും. കുടുംബത്തിരിക്കണവർക്കേ സ്വസ്ഥത ഉണ്ടാവോ? എല്ലാം നിർത്താം മാമേ. ജോമറ്റേ, വിഷമിപ്പിക്കാൻ പറയല്ല, അറിയാൻ ചോദിക്കുക. അന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? അത് പിന്നെ ജോമറ്റേ, വേണ്ട. ഇല്ലടാ, നാം എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല. ഇവരോടെങ്കിലും നമുക്ക് സത്യം പറയണം. പറയൂ മക്കളെ, എന്തുണ്ടായേ? അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചാ പോയത്. പക്ഷേ പോലീസ് പറയും പോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഈ വഴിയിലൂടെ അവർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളിവിടെ നിന്നോളണം. ഒരു കാരണവശാലും അവരെ ഇതുവഴി കടത്തിവിടരുത്. എതിർക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, തീർത്ത് കളഞ്ഞേക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. ലക്ഷണങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുടിമരം നാട്ടുക മാത്രമല്ല, ഈ 2 ചെറുപ്പക്കാരും ഈ മേഖലയിലെ ശക്തരായ പ്രവർത്തകരാണ്. അവരെ വളർത്തിവിടാൻ പാടില്ല. പരമാവധി ചേർത്ത് നിൽക്കും. നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തന്നെ ചെയ്യും. കാര്യം കഴിഞ്ഞാൽ എനിക്ക് ഒളിക്കാനുള്ള ഇടം അതെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. രഹസ്യ പോലീസിന് പോലും കണ്ടെത്താനാവാത്ത ഇടം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ വഴി ഞാൻ ഏറ്റു. മറ്റുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എല്ലാം നമ്മുടെ ആളുകളുണ്ട്. അത് അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ. ഓക്കെ. ആരാ നിങ്ങൾ? അത് ചോദിക്കാൻ നീ ആരാ? എന്താടാ വരുത്തുമാര് ഇവിടെ വന്ന് കളിക്കുന്നു? എന്താ കളിച്ചാൽ? ഞങ്ങളുടെ പാർട്ടിയുടെ കൊടിമരം ഞങ്ങളിവിടെ നാട്ടുന്നുണ്ട്. അതിനെങ്ങാനും തടസ്സം നിൽക്കാനാണ് വരവെങ്കിൽ രണ്ടിനെയും കൊന്നുകളയും ഞാൻ. ഇന്നാട്ടിലെ ആരെങ്കിലും പോയി പറഞ്ഞുവിട്, ഞങ്ങളുടെ കുടിമരം കളഞ്ഞിട്ട് അവിടെ തന്നെ നാട്ടണമെന്ന്. നിങ്ങൾക്ക് എന്താ വാശി? അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മര്യാദക്ക് വീട്ടിൽ പോവാ നല്ലത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്നെ പോലുള്ള ഗുണ്ടകളെ കണ്ട് പേടിച്ചോടുന്നു കരുതിയോ? നീ പോയി അവരോട് പറഞ്ഞേക്ക്. ആൽബി, എടാ എടാ ആൽബി, ഇയാളെ എങ്ങനെ രക്ഷിക്കും? പോലീസ് വരുന്നുണ്ട്, ഓടിക്കോ. എടാ എടാ നീ നമ്മുടെ ജോസിയുടെ കല്യാണം നടക്കുന്നതാ. നീ പോ പ്ലീസ്. ഞാൻ പിടിക്കപ്പെട്ടാലും നീ മറ്റൊന്നും പറയരുത്. പോടാ, പോ. ആരാ നിങ്ങൾ? ആരാ ഇത് ചെയ്ത്? ഞാൻ വഴിയെ പോകുമ്പോ എന്നെ കുത്തി വീഴ്ത്തി. ഒരാൾ ആൽബി എന്നാ പറഞ്ഞത്. മറ്റേയാൾ അമ്മേ അറിയില്ല. എന്നെ രക്ഷിക്കണം. അപ്പോ അയാളെ കുത്തിയത് ജോമറ്റാണല്ലേ? അങ്ങനെ പറയരുത് അപ്പച്ച. ജോമറ്റ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ സംഭവിച്ച ഒരു കയ്യബദ്ധം. നിങ്ങൾക്കിത്
പോലീസിനോട് പറയാറുന്നില്ലേ? എതിർകക്ഷികള് പണം വാരിക്കൊടുത്ത് പോലീസിനെ വശത്താക്കിയിരിക്കുക. സമർത്ഥനായൊരു വക്കീലിന്റെ സഹായത്തോടെ അല്ലാതെ രക്ഷപ്പെടുക ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോസ്മിയുടെ ആലോചന വേണ്ടാന്ന് പറഞ്ഞേ ചെക്കന്റെ അപ്പനിപ്പോ വിളിച്ചിരുന്നു. പോവാൻ പറ. ഇവിടെ മനുഷ്യനെ തിരിച്ചറിയുന്ന ആമ്പിള്ളേര് നമ്മുടെ നാട്ടിലുണ്ട്. കുരിയച്ചൻ ധൈര്യമായിട്ടിരിക്കേ. കൊടിമരം പറിച്ചു മാറ്റുന്നത് തടയാൻ പോവെന്ന് പറഞ്ഞാ അപ്പച്ചൻ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് എനിക്ക് അപ്പച്ചനോട് അന്ന് കള്ളം പറയേണ്ടി വന്നു. അപ്പച്ചൻ എന്നോട് പോർക്കണം. ജോമറ്റ് പിടിക്കപ്പെടില്ലായിരുന്നു. ആരോ ഒറ്റ കൊടുത്തതാ. എനിക്ക് ഉറപ്പാ. നേരാ, പോലീസിനെ അറിയിച്ചത് മറ്റാരുമല്ല, ഞാനാ. ഇല്ല, നീ അങ്ങനെ ചെയ്യില്ല. എന്താ കുര്യാച്ച? നീ എന്റെ വയറ്റിൽ പറഞ്ഞവനാണോടാ? എന്തിനാ ഈ കൊച്ചിനെ? നിങ്ങളൊരപ്പനാണോ? ഈ സ്വന്തം മോനെ പിടിച്ചു കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളെനിക്ക് കാണണ്ട, നിങ്ങളെനിക്ക് കാണണ്ട, കാണണ്ട, കാണണ്ട. ഹേയ്, എന്താ അമ്മേ? ഇനി അപ്പച്ചനെ കുറിച്ച് ആരും മിണ്ടരുത്. എന്റെ അപ്പച്ചൻ ചെയ്തതാ ശരി, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. എന്റെ മകനത് തിരിച്ചറിഞ്ഞല്ലോ. എനിക്കത് മതി. നിങ്ങൾക്കറിയോ, ആൽബം പിടിക്കപ്പെട്ടത് മുതല് ഇവനാകെ അസ്വസ്ഥനായിരുന്നു. അന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ദിവസം കഴിയുന്തോറും ഇവന്റെ ഭയം കൂടി വന്നു. കൃത്യമായി പ്രാർത്ഥനയിലിരുന്നു. പിന്നീട് വാതിലടച്ച് മുറിക്കകത്തും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിച്ചേ മതിയോ. അല്ലാതെ പാപമോചനം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്റെ മോന് അപ്പച്ചനോട് ദേഷ്യമുണ്ടോ? ഇല്ല അപ്പച്ച, ഇപ്പോഴും അപ്പച്ചനോടുള്ള സ്നേഹം എനിക്ക് കൂടിയിട്ടേയുള്ളൂ. ജയിലിനകത്ത് വാടം നന്ന ബൈബിൾ വായിക്കുമ്പോ താളുകൾക്കിടയിൽ പുറത്ത് കാത്തു നിൽക്കുന്ന എന്റെ അപ്പച്ചനെയാണ് ഞാൻ കണ്ടത്. കുടുംബം വിറ്റിട്ടാണെങ്കിലും നല്ലൊരു വക്കീലിനെ കേസേൽപ്പിക്കണം. നമ്മുടെ മക്കൾ നിരപരാധികളാണെന്ന് എല്ലാവരും അറിയണം. ഇന്നത്തോടെ എല്ലാ രാഷ്ട്രീയ കച്ചവടം നിർത്തിക്കോണം. പറഞ്ഞേക്കാം. തോമാച്ചൻ പറഞ്ഞത് കാര്യം. അല്ലമ്മേ, ഇന്നു മുതല് നമ്മുടെ മക്കള് സജീവ രാഷ്ട്രീയ പ്രവർത്തകരാകണമെന്നാണ് എന്റെ പക്ഷം. നേരും നിറവുമുള്ളവരാകണം രാഷ്ട്രീയ പ്രവർത്തകർ. ആരെയും കൊല്ലാനും സ്വന്തം ജീവനെ നശിപ്പിക്കാനും ദൈവം ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. എതിർകക്ഷികളുടെ പോർവിളിയെ നന്മ കൊണ്ട് തോപ്പിക്കണം. ആയുധമെടുക്കുന്നവനാണ് യഥാർത്ഥ ഭീരു. ഒരിറ്റ് രക്തം ചിന്താത്ത പോരാട്ടമാവണം നിങ്ങളുടെ ജീവിതം. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവും. രക്തപങ്കിലമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ. ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ആത്മാവിനെ എടുക്കാനും അധികാരമുള്ളൂ. വിശ്വാസത്തിന്റെ കണിക ഉള്ളിലുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിന്റെ ശരീരം ദൈവനിർമ്മിതിയാണ്. അതിന്റെ അവകാശം ദൈവത്തിനാണ്.